ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെന്ന് പറയുന്നത് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇപ്പോൾ പിള്ളേർക്ക് ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് നേരത്തെ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതുകൊണ്ട് നേരത്തെ എണീക്കുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണീറ്റിട്ട് പിന്നെ പോയി കഴിയുമ്പോൾ പിന്നെയും കുറച്ച് നേരം പിള്ളേർ കൂടെ കിടക്കും കേട്ടോ. കാരണം വേറെ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടാവാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ എടുത്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു ബാൽക്കണി നമുക്കുണ്ട്. അപ്പോൾ ഉള്ള ബാൽക്കണിയിൽ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിലും നമുക്കുള്ള ഒരു സ്ഥലത്ത് നമുക്ക് കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് റെഡിയാക്കും. അധികമൊന്നും പറയാനില്ല, എന്നാലും ഉള്ള ഒരു സ്ഥലമൊക്കെ നമ്മളൊന്ന് എന്താ പറയുക, എണീക്കുമ്പോൾ തന്നെ ഒന്ന് പുറത്തിറങ്ങി നമുക്കൊന്ന് നിൽക്കുമ്പോഴൊരു സുഖവും സന്തോഷമൊക്കെ ആണല്ലോ. അപ്പോൾ അതിനുള്ള കുറച്ച് ആ ചെടികളൊക്കെ നോക്കും. പിന്നെ ഒരു തക്കാളിയുടെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും ആയോ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കും. പിള്ളേർ എണീറ്റിട്ടുണ്ടാവില്ല, അതിന് മുൻപ് ഞാൻ എണീറ്റിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. ചെടികൾ എന്താണെന്ന് അറിയില്ല, അതിനേക്കാളും നിറച്ച് ഇതിലുണ്ടായിരുന്നു. പക്ഷേ വെള്ളം കൂടുതലായിട്ടാണോ കുറഞ്ഞിട്ടാണോ ചൂട് കൂടിയിട്ടാണോ എന്നറിയില്ല, ഇപ്പോൾ കുറച്ച് ഉഷാറ് കുറവാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇരിക്കുമ്പോഴേക്കും പിന്നെ അവർ പിള്ളേർ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും എണീറ്റ് വന്ന വഴിക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഒന്ന് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് അവിടെ ഈശോയ്ക്കും എല്ലാവർക്കും ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവരെ ബ്രഷ് ചെയ്യിക്കാനായിട്ട് കൊണ്ടുപോകും കേട്ടോ. രണ്ടുപേരും കൂടി ഒരുമിച്ച് എണീറ്റ് വരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ക്ലാസ്സില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് നല്ല പണിയാണ്. രണ്ടാളും കൂടിയിട്ട് ബ്രഷ് ചെയ്യാനെന്ന് പറഞ്ഞ് കയറിയിട്ട് അവിടെ മൊത്തം വെള്ളമാക്കിയിട്ട് വെള്ളത്തിലേക്കുള്ള കളിയും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ വേഗം ബ്രഷ് ചെയ്തിച്ച് കയറ്റി ബ്രഷ് ചെയ്യുന്നേക്കാളും നമ്മൾ തന്നെ പിടിച്ചിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണം, സഹായിച്ചിട്ട് നമ്മുടെ ഒരു ഇതുണ്ടെങ്കിൽ അവൾ മര്യാദയ്ക്ക് ചെയ്യുള്ളൂ. അത് തന്നെ അവൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് വാശിയിൽ പിടിച്ച് നിർത്തിയിട്ടാണ് അവളെ ബ്രഷ് ചെയ്യിക്കുന്നത്. അങ്ങനെ മോനാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അവൻ തന്നെ ചെയ്തോളും. നമ്മളൊന്ന് പേസ്റ്റൊക്കെ ആക്കി കൊടുത്തൊന്ന് അവിടെ നിന്നാൽ മാത്രം മതി. അങ്ങനെ അവരുടെ രണ്ടാളുടെയും ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാനായിട്ടുള്ള എന്തെങ്കിലും റെഡിയാക്കി എടുക്കണം. ഇന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പണി എന്ന് പറയാനായിട്ടില്ല. കാരണം നമ്മളതിൽ മറ്റേ ചപ്പാത്തിയുടെ ഇങ്ങനത്തെ റെഡി ടു കുക്കിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. കറി നേരത്തെ ഹസ്ബൻഡ് പോണ സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് കറി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയുണ്ട്, ചപ്പാത്തിയും ചായയും മാത്രം ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ റെഡിയാക്കി. അങ്ങനെ ഞാൻ കഴിക്കുന്നതിനേക്കാളും മുന്നേ മക്കൾക്ക് കൊടുക്കും. അവർക്ക് വെറുതെ ചപ്പാത്തിയിൽ ജാമാക്കിയിട്ടാണ് കൊടുക്കാട്ടോ, റോൾ ചെയ്ത് കൊടുക്കും. അതാണ് അവർക്ക് കഴിക്കാൻ ഇഷ്ടം. അങ്ങനെ അവർക്ക് ചപ്പാത്തിയും ജാമൊക്കെ ആക്കിയിട്ട് കൊടുത്തു. അങ്ങനെ ഞാനും അവിടെ സൈഡിൽ അവർ ഫുഡ് കഴിക്കുന്നപ്പോൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുമിച്ച് ഞങ്ങളുടെ ഫുഡുകളൊക്കെ തീരും കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ടാളുടെ കൂടെ കുറച്ച് നേരം അവരുടെ കുറേ ആക്ടിവിറ്റീസും അങ്ങനത്തെ പെയിൻറ്റിങ് കളറിങ്ങിൻ്റെ ഒക്കെ ബുക്കൊക്കെ നോക്കി. അപ്പോൾ അതെന്താ ഓരോ ഐറ്റംസിന് ഓരോരുത്തരുടെ സംശയം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ ബാൽക്കണിയിൽ പതിവ് പോലെ എന്നല്ല, സാധാരണ കാണാത്ത കുറച്ച് ആളുകളെ കണ്ടു കേട്ടോ. അതായത് പ്രാവൊന്നും നമ്മുടെ ഇവിടെ വരാറില്ല. പക്ഷേ എനിക്കിപ്പോൾ ഒരു സംശയം, ഈ പ്രാവ് ഞാൻ നോക്കുമ്പോൾ ഈ ചെടിയൊക്കെ കൊത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോ ഈ ചെടികളൊക്കെ ഇത്രയും വലിയാണ്ടായെന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ പതിവ് പോലെ നമ്മുടെ വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ക്ലീനിങ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയൊരു സോഫ സെറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. അപ്പം അതിൻ്റെ മേലെ ഇടുന്ന ഈ കവറൊക്കെ ഇട്ടിട്ട് ആദ്യം സെറ്റിങ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടു. അത് കഴിഞ്ഞ് ക്ലീനിങ്. ചെറിയ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ അറിയാമല്ലോ, അവരെ ആദ്യം തന്നെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് മര്യാദയ്ക്ക് ഇരിക്കില്ല. പക്ഷെ എന്നാലും നമ്മൾ അവിടെ ഇട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ആദ്യം ഇറക്കി പറക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഷൊക്കെ എടുത്തുകൊണ്ടുവന്ന് നമ്മൾ അടിച്ചു വരാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ അവളുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ പറയായിരുന്നു. പിന്നെ TV ഒക്കെ വെച്ചു കൊടുത്ത് കുറച്ച് നേരം, എന്നാലും അവരൊരു സൈഡിൽ അനങ്ങാതെ ഇരുന്ന് കിട്ടുള്ളൂ. എന്നാലും നമ്മുടെ ബാക്കി പണികൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചെറിയ കോൾഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട് അടിച്ചു വരലും അങ്ങനെ ബാക്കി ക്ലീനിങ്ങൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അന്നമോനും ജോയ്ക്കും അവർക്ക് കളർ ചെയ്യാനായിട്ടുള്ള ക്രയോൺസും അതിനുള്ള ബുക്കൊക്കെ എടുത്തു കൊടുത്തിട്ട് ഇരുത്തിക്കായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സഹകരണമൊക്കെ മാറി അടിയും ഇടിയൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കളർ പെൻസിൽ കാണുമ്പോൾ രണ്ടാൾക്കും ആവശ്യം വരും. അങ്ങനെയൊക്കെ അന്നമോന് ചെയ്യാൻ അറിയൊന്നുമില്ല. എന്നാലും പിന്നെ ചേട്ടൻ ചെയ്യണത് എന്തോ അത് അവൾക്ക് ചെയ്യണം എന്നാണ്. അതുകൊണ്ട് തന്നെ രണ്ടാൾക്കും ബുക്കൊക്കെ എടുത്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് കോൾഡ് ഉള്ളതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്, നല്ല തുമ്മലും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അങ്ങനെ പെൻസിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഏത് കളർ എവിടെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കലായിരുന്നു കേട്ടോ. കുറച്ച് നേരം പിന്നെ ആ ഒരു പണിയിൽ അവരുടെ കൂടെ അങ്ങനെ ഇരുന്നിട്ട് സമയം പോയി. അങ്ങനെ ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി കുറച്ച് നേരം അവർ TV വെച്ചപ്പോൾ കൂടെ ഇരുന്ന് കണ്ടു. ഇനി ഉച്ചയിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ അത് ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണല്ലോ. അപ്പോൾ ഹാഫ് ഡേ ആയതുകൊണ്ട് ഇന്നത്തെ ഉച്ച വരെയുള്ള ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.